നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലേക്ക് ലൊബേറയെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരിശീലകനെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാടധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചായിട്ട് സെർജിയോ ലൊബേറ ഒഡീഷയിൽ നിന്ന് വരുന്നു എന്ന തരത്തിലുള്ള ഒരുപാട് റൂമറുകളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ട് 2 കോടിയോളം രൂപയാണ്, അതായത് 2 CR അടുത്തോളം തന്നെ ഒഡീഷ FC വാഗ്ദാനം നൽകുകയും, അതായത് ട്രാൻസ്ഫർ തുകയായിട്ട് നൽകാനായിട്ട് ശ്രമിക്കുകയും, എങ്കിൽ പോലും ഒഡീഷ FC നോ പറയുകയുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിനുശേഷമാണ് ഡേവിഡ് കെറ്റാലയെ പോലുള്ള മറ്റൊരു സ്പാനിഷ് പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് കെറ്റാലയെ ടീമിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഡേവിഡ് കെറ്റാലയെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മറ്റു ചില ISL ക്ലബ്ബുകൾ ശ്രമിച്ചതായിട്ട് നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. ആ ക്ലബ്ബുകൾ ഏതാണെന്ന് നിലവിൽ പുറത്ത് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഡേവിഡ് കെറ്റാലയെ മറ്റ് ISL ക്ലബ്ബുകൾ നോട്ടം ഇട്ടിരുന്നു എന്ന് നമുക്കറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സാണ് നിലവിൽ ഡേവിഡ് കെറ്റാലയെ 1 വർഷത്തെ കരാറിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ പരിശീലകനായിട്ട് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്.